നമസ്കാരം. ICC ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യയുടെ അന്തിമ സ്ക്വാഡിനെ കഴിഞ്ഞ ദിവസമാണ് BCCI പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ച പ്രൊവിഷണൽ സ്ക്വാഡിൽ രണ്ട് നിർണായക മാറ്റങ്ങൾ വരുത്തിയാണ് അന്തിമ ടീമിനെ ഇന്ത്യ പ്രഖ്യാപിച്ചത്. പരിക്കിന്റെ പിടിയിലായ ജസ്പ്രീത് ബുംറയെയും ഒപ്പം ഓപ്പണർ യശസ്വി ജയ്സ്വാളിനെയും ടീമിൽ നിന്ന് ഒഴിവാക്കിയ ഇന്ത്യ ഇവർക്ക് പകരക്കാരായി ഹർഷിത് റാണ, വരുൺ ചക്രവർത്തി എന്നിവരെയാണ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയത്. അതേസമയം 15-അംഗ ടീമിന് പുറമെ 3 റിസർവ് താരങ്ങളെയും ICC ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇന്ത്യ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയം. 15-അംഗ ടീമിലെ ഏതെങ്കിലും കളിക്കാർക്ക് പരിക്ക് പറ്റുകയാണെങ്കിൽ ഈ 3 പേരിൽ നിന്നാകും പകരക്കാരനെ തിരഞ്ഞെടുക്കുക. ആവശ്യമെങ്കിൽ മാത്രമേ ഇവർക്ക് മത്സരം നടക്കുന്ന ദുബായിലേക്ക് പോകേണ്ടി വരികയുള്ളൂ. ആദ്യം പ്രഖ്യാപിച്ച ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിൽ നിന്ന് പുറത്തായ യുവ ഓപ്പണർ യശസ്വി ജയ്സ്വാളാണ് റിസർവ് താരങ്ങളിൽ ഒരാൾ. യശസ്വിയെ സംബന്ധിച്ചിടത്തോളം റിസർവ് ലിസ്റ്റിലേക്ക് വീണത് തീർത്തും നിരാശാജനകം തന്നെയാണ്. വലംകൈൻ പേസർ മുഹമ്മദ് സിറാജാണ് മറ്റൊരു റിസർവ് താരം. നേരത്തെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് സിറാജ് തഴയപ്പെട്ടത് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായിരുന്നു. എന്നാൽ താരത്തെ റിസർവ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് BCCI ചെയ്തത്. മുഹമ്മദ് ഷമി, ഹർഷിത് റാണ, അതുപോലെ തന്നെ അർഷ്ദീപ് സിംഗ് എന്നിവരാണ് ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ടീമിലെ സ്പെഷ്യലിസ്റ്റ് പേസർമാർ. ഇവരിൽ ആർക്കെങ്കിലും കളിക്കാനാകാത്ത സാഹചര്യം വന്നാൽ പകരക്കാരനായി സിറാജിനെ ഇന്ത്യക്ക് പരിഗണിക്കാവുന്നതാണ്. സ്റ്റാർ ഓൾറൗണ്ടറായ ശിവം ദുബെയാണ് ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ടീമിന്റെ മറ്റൊരു റിസർവ് താരം. ദുബെയെ സംബന്ധിച്ച് റിസർവ് താരമായി ഉൾപ്പെടുത്താനുള്ള ഇന്ത്യയുടെ നീക്കം ആരാധകർക്ക് ആശ്ചര്യം സമ്മാനിക്കുന്നുണ്ട്. പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ താല്പര്യപ്രകാരമാണ് ദുബെയെ റിസർവ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് സൂചനകൾ പറയുന്നത്. അതേസമയം ആഭ്യന്തര ക്രിക്കറ്റിൽ സ്വപ്ന ഫോമിലുള്ള സ്റ്റാർ ബാറ്റർ കരുൺ നായരെ ഇന്ത്യ റിസർവ് സ്ക്വാഡിൽ നിന്ന് തഴഞ്ഞു എന്നതാണ് ശ്രദ്ധേയകരമായ കാര്യം. നേരത്തെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള പ്രൊവിഷണൽ സ്ക്വാഡിൽ നിന്ന് കരുൺ നായർ തഴയപ്പെട്ടത് ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ ചർച്ചയ്ക്ക് ഇടയാക്കിയിരുന്നു. കഴിഞ്ഞ വിജയ് ഹസാരെ ട്രോഫിയിൽ 8 ഇന്നിംഗ്സുകളിൽ നിന്ന് 5 സെഞ്ചുറികളടക്കം 779 റൺസ് നേടിയ താരം കൂടിയാണ് കരുൺ നായർ. മിന്നും ഫോമിലൂടെ കടന്നു പോകുന്ന താരത്തെ റിസർവ് താരമായി പോലും ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് പരിഗണിക്കാത്തത് ആരാധകരുടെ നെറ്റി ചുളിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സഞ്ജു സാംസന്റെ പേരാണ് അടുത്തതായി ഉയർത്തുന്നത്. സഞ്ജുവിന് വേണ്ടി പരമാവധി ഗംഭീർ ശ്രമിച്ചുവെങ്കിലും രോഹിത്തിന്റെയും മറ്റും മാനേജ്മെന്റിന്റെയും എല്ലാം തീരുമാനം സഞ്ജുവിനെ എടുക്കണ്ട എന്നാണ്. മാത്രമല്ല കൈവിരലിന്റെ പരിക്കും അതിനുശേഷം ഉണ്ടായ സർജറിയും കൂടി ആയപ്പോൾ സഞ്ജുവിനെ പൂർണ്ണമായും എടുക്കണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. എന്തായാലും സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകാൻ പോകുന്നത് IPL ആണ്. IPL-ന്റെ പ്രകടനമായിരിക്കും സഞ്ജുവിന്റെ ഇന്ത്യൻ ക്രിക്കറ്റ് നീല ജേഴ്സി ഇടണമോ എന്നൊരു കാര്യം തന്നെ ഭാവിയെ തീരുമാനിക്കുകയുള്ളൂ. കാരണം ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം തന്നെ നിറമുങ്ങിയ പ്രകടനം കാഴ്ചവെച്ച സഞ്ജുവിനെ ഇനി ടീമിലേക്ക് എടുക്കണമെങ്കിൽ അത്തരത്തിൽ ന്യായീകരിക്കുന്ന ഒരു കാര്യം സഞ്ജുവിൽ നിന്നുണ്ടായേ കഴിയും. അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ ഇനിയുള്ള പോരാട്ടങ്ങൾ വളരെ വളരെ നിർണായകമായിരിക്കും.